मिलेट है ये मिलेट है। इससे हम लोग का पता नहीं ट्रेडिशनल वाइन बनेगा। उसको अपतानी भाषा में क्या बोलता है? जो सरसे बोलता है। मिलेट को नहीं, अपन को क्या बोलता है? ओ डायरेक्ट ഓ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അരുണാചലിലെ ലോക്കൽ വൈൻ ഉണ്ടാക്കുകയാണ്. അരുണാചലിലെ ലോക്കൽ വൈൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പത്താനി ട്രൈബിന്റെ രീതിയിലുള്ള ലോക്കൽ വൈൻ ഉണ്ടാക്കുകയാണ്. ഇവര് ഇതിനെ ഓ എന്നാണ് പറയുന്നത്. ഒരുപാട് ട്രൈബ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇവർ ഓരോ ട്രൈബ്സും അവരുടേതായ രീതിയിൽ ഇങ്ങനത്തെ ലോക്കൽ വൈൻസ് ഉണ്ടാക്കും. പലരും പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്, പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്, പല ടേസ്റ്റ് ആയിരിക്കും, ഇതിന് പല പേരുകളും ആയിരിക്കും. അപ്പത്താനി ട്രൈബ് യൂഷ്വലി മില്ലറ്റ്, നമ്മുടെ പഞ്ഞപ്പുല്ലും അതുപോലെ അരിയും വെച്ചിട്ടാണ് കേട്ടോ ഇവരുടെ ലോക്കൽ വൈൻ ഉണ്ടാക്കാറ്. അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മില്ലറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ചൂടാകാൻ വെച്ചിരിക്കുന്ന വെള്ളം അരി മില്ലറ്റ് കൂടി ഇട്ട് വേവിക്കാനായിട്ടുള്ളതാണ്. അപ്പത്താനി ഭാഷ കേട്ടോ, ഒന്നും മനസ്സിലായില്ലല്ലോ. എനിക്കും ഒരക്ഷരം പോലും മനസ്സിലായിട്ടില്ല, പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമില്ലേ? അപ്പത്താനി ട്രൈബിന്റെ മ്യൂക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഫെസ്റ്റിവൽ വരുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വൈനാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പകുതി പോർഷൻ ആ ചൂടാക്കിയെടുത്ത മില്ലറ്റും അരിയും കൂടി ഇട്ട് ഇതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ വെന്ത് വരുമ്പോൾ ആ കറക്റ്റ് ആയിട്ട് വെള്ളം വറ്റി കിട്ടും. ഇനി വേവിച്ചെടുത്ത ആ ചോറും മില്ലറ്റും കൂടെ ഇങ്ങനെ തണക്കാനായിട്ട് ഇടും. നന്നായിട്ട് ഇത് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇവർ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിന്റെ കുറച്ച് പോർഷൻ ഷൂട്ട് ചെയ്തപ്പോൾ മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പോർഷൻ എനിക്ക് ബാബിമാര് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ആൻഡ് അവർക്ക് താങ്ക്സ്. പിന്നെ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോ എന്നാണ് പറയുന്നത്. അപ്പത്താനി ഭാഷയിൽ ഇപ്പോ എന്ന് പറയും. അത് ഇവരുടെ ഈസ്റ്റ് ആണേ. അപ്പൊ അതിട്ട് കൊടുത്തിട്ട് ഇത് ഫെർമെന്റ് ചെയ്യാനായിട്ട് ഇനി വെക്കുകയാണ്. ഇവരിപ്പോ ബക്കറ്റിലിട്ടാണ് വെക്കുന്നത്. പക്ഷെ പണ്ട് കാലത്ത് ഇതിന് ഇവർക്ക് പ്രത്യേക ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിട്ട് ഇതിങ്ങനെ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കും. എത്ര ദിവസം വെക്കോ അത്ര ഇതിന് വീര്യം കൂടും കേട്ടോ. ഇതിപ്പോ ഇവരൊരു 3 വീക്സ് വെക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ഫെർമെന്റ് ചെയ്ത സാധനം തുറക്കുന്നത് മ്യൂക്കോ ഫെസ്റ്റിവലിന്റെ ടൈമിലുള്ള വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതിന്റെ ടേസ്റ്റും എന്താണെന്ന് ഞാൻ അപ്പം പറയാം. ഇതിപ്പോ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയിൽ തീ കത്തിച്ചതല്ല കേട്ടോ, തീ കയറി പിടിച്ചതാണ്. വൈനിന്റെ സാധനങ്ങളൊക്കെ വേവിച്ചെടുത്തിട്ട് കനൽ കിടന്നപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചതാണ്. പക്ഷെ അതിൽ തീ കയറി ആളി പിടിച്ചു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കൂടുതൽ നോർത്ത് ഈസ്റ്റ് വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.